ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം. കുടുംബങ്ങൾക്ക് നൽകിയ സംരക്ഷണത്തിന്, രോഗത്തിന്, സൗഖ്യത്തിന്, സമാധാനത്തിന് നന്ദി കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ഈശോയെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും കനിവാർന്ന് സ്വീകരിക്കണമേ കർത്താവേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ, രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ, പരീക്ഷകൾക്ക് വിജയം നൽകണമേ, വിദേശത്ത് പോകുവാൻ തടസ്സം മാറ്റി കൊടുക്കണമേ, സന്താന സൗഭാഗ്യം നൽകണമേ, വിവാഹം ഒരുക്കി നൽകണമേ. യേശുവേ എല്ലാ ക്ലേശങ്ങളും മാറ്റി അവിടുത്തെ നാമത്തെ സ്തുതിച്ച് ജീവിക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന കർത്താവേ. മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന, ആരാധന കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും
കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. ജോസഫ് അലി വീട്ടിലച്ഛൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയെ നമ്മൾ അടുത്ത് അറിയുന്നത് അതിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയാണ്. ഉടമ്പടിയിലുള്ള ദൈവഭാഗമെന്ന് പറയുന്നത് സാക്ഷ്യങ്ങളാണ്. എന്താണ് ദൈവഭാഗമെന്ന് പറയണത്? ഉടമ്പടിയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് മനുഷ്യഭാഗമുണ്ട്, പിന്നെ ഒന്ന് ദൈവഭാഗമുണ്ട്. മനുഷ്യഭാഗമെന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന നിയോഗങ്ങളാണ്. ദൈവഭാഗമെന്ന് പറയുന്നത് ആ നിയോഗത്തിൻ്റെ മേൽ ദൈവം എടുക്കുന്ന നടപടികളാണ്. ആ ദൈവഭാഗമാകുന്നത് നമ്മളത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മളത് പൊതുജന സമക്ഷം ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോഴുണ്ടാകുന്നത് ഒന്ന്, നമ്മളത് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മളതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആൻഡ് ക്ലെയിം ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവത്തെ അംഗീകരിക്കുക. ദൈവവിശ്വാസിയുടെ മുമ്പിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആദ്യമായുള്ള ദൈവശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തെ അംഗീകരിക്കുകയാണ്. അപ്പം നമ്മളോർക്കും ദൈവത്തെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിലനിൽക്കും. പക്ഷേ മറ്റുള്ളവരെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ദൈവത്തെ അംഗീകരിക്കേണ്ടത്. പോരായ്മ ചില ആൾക്കാർക്ക് പോരായ്മയാകും. അത് കുറച്ച് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അവിടെ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് വരും. ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് കൊണ്ടുള്ള പോരായ്മകൾ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പറഞ്ഞേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പോൾ 2 കാര്യങ്ങളാണ്. ദൈവത്തെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് നമ്മൾ വരുന്നൊരു അപകടം എന്ന് പറയണത് നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയണത് അറിയാവുന്ന വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് പറയും. നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അറിയേണ്ടവൻ അറിയുന്നുവെന്ന് വിചാരിക്കുന്നവൻ. 1 കൊരിന്തോസ് 8:2 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഇപ്പം നമ്മൾക്ക് ഉണ്ടാകാവുന്ന ഒരു ദുരന്തം, ഒരു നിശബ്ദ ദുരന്തം, ഒരു സൈലൻറ്റ് ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല.
നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നതില്ല എന്നുള്ളത്. അപ്പം നിങ്ങളോർക്കും അംഗീകരിക്കാതെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ ധ്യാനം കൂടുമോ? ധ്യാനം കൂടാം, പക്ഷെ ദൈവത്തെ അംഗീകരിക്കാതിരിക്കാം. ധ്യാനം കൂടുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതും രണ്ട് വിഷയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേൽഗതി ഉണ്ടായാൽ നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയാവാം. അത് ഞാൻ മാത്രമല്ലല്ലോ, പ്രാർത്ഥിക്കാത്തവരൊക്കെ PSC റാങ്ക് ലിസ്റ്റിൽ കയറിയല്ലോ എന്ന് സ്വാഭാവികമായിട്ട് വരാം. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തെ അംഗീകരിക്കുന്നവരുടെ മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ളവർ മഹത്വപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? അവർ പ്രഖ്യാപിതമായിട്ട് ദൈവത്തെ അംഗീകരിക്കാത്തവരാണ്. തങ്ങളുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു മനുഷ്യൻ്റെ നമ്മുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനകത്ത് ദൈവത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് നമ്മൾ നിശബ്ദമായിട്ടെങ്കിലും അവബോധ മനസ്സിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ അവർ പറയത്തില്ല, ഇത് എനിക്ക് 5-6 മാസം മുമ്പ് കിട്ടിയ അനുഗ്രഹമാണ്, ഞാനിപ്പോഴാണ് സാക്ഷ്യം പറയാൻ ഒത്തതെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അത്രയും ടൈം എടുക്കണേ എന്താണ്? സാധാരണ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ് സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത്. സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വളരെ മന്ദഗതിയിലാണ് ഈ വ്യക്തിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇനി നിങ്ങൾ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ താമസിക്കുന്നവർ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കാരണം, സാക്ഷ്യം പറയാൻ താമസിക്കുന്നതിൻ്റെ കാരണം അത് നമ്മളുടെ ക്ലെയിമിലും ക്രെഡിറ്റിലുമാണോ സംഭവിച്ചത്, അത് ദൈവം ഇടപെട്ടതാണോ എന്ന് നമുക്ക് സംശയമാണ്. ഈ സംശയമാണ് നമ്മളെ ഇങ്ങനെ 6 മാസം തള്ളി നീക്കിയത്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പെട്ടെന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാരിഫൈഡ് ആവും. നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വ്യക്തത കിട്ടുന്നില്ല, മന്ദഗതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള ആത്മാവ് മന്ദഗതിയിലാണെന്നും നിങ്ങൾ ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അല്ലാതെ നിങ്ങൾ സാക്ഷ്യം പറയാൻ നിങ്ങൾ പ്രതികളൊന്നുമല്ല. പ്രതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികളാകുന്നതിൻ്റെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ വളരെ സ്ലോഗത. അതിൻ്റെ കള്ളനും വെള്ളിയും നെല്ലും പതിരും തിരിക്കാൻ യു ടേക്ക് 6 months, 6 മാസം എടുത്തു ഇത് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ. അത് ഭയങ്കരമായൊരു സ്പിരിച്വലായിട്ടുള്ള കലാമിറ്റിയാണ്. നമ്മുടെ അതായത് ആധ്യാത്മികമായിട്ട് വരുന്ന ഇതുപോലെയുള്ള ഒരു കലാമിറ്റി, എന്താ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായ പ്രവർത്തനങ്ങൾ അറിയാൻ, നമ്മൾ തന്നെ അറിയാൻ ടൈം എടുക്കുന്നത് അത് നിസ്സാര കാര്യമല്ല. ശരിക്കും ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞാൽ മാത്രമേ ചെറിയ ആൾക്കാർ സാക്ഷ്യം പറയത്തുള്ളൂ. പറഞ്ഞ് ഓർപ്പിച്ച് കൊടുക്കണം. കാര്യം ഇത് എന്നതിൻ്റെ അർത്ഥം ഓർപ്പിച്ച് ഞങ്ങളെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഓർപ്പിച്ച് തരുമ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താ? 50 മാർക്കേ നിങ്ങൾക്കുള്ളൂ. എന്താണ് 50 മാർക്ക് എനിക്കുള്ളതാണ്? ഞാൻ ഓർപ്പിച്ചിട്ടാണ് നിങ്ങളത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കളയണമെന്നല്ല, സീറോ അടിച്ച് പോരുത്. ഞാൻ പറഞ്ഞാലും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് സാക്ഷ്യം പറഞ്ഞ് മാറ്റണം. കാര്യം എന്താ കാര്യത്തിൽ അത് നിങ്ങളുടെ തന്നെ തന്ന കൃപ. സാക്ഷ്യം പറയുമ്പോൾ 2 കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് തന്ന കൃപയിൽ നിങ്ങൾ നിലനിൽക്കും. പിന്നെ നിങ്ങളത് ദൈവം അത് തിരിച്ചെടുക്കത്തുമില്ല. സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. കാര്യം എന്താ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അത് പോരായ്മയെ കരുതിയത് കൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ബൈബിൾ പറയണത്. റോമ 1:28. ഒന്നെന്താണ്? നിങ്ങൾ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും.
എന്ന് വെച്ചാൽ ദൈവത്തെ നിരക്കാത്ത വികാരം ഉണ്ടാവും. ഇതൊക്കെ ഇമോഷണലായിട്ട് പെരുമാറും. ഇപ്പോൾ ഒരു ജെയ്സൺ എന്ന് പറയുന്ന സഹോദരൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സാക്ഷ്യവും തോന്നണം. അപ്പോൾ ജെയ്സൺ പറഞ്ഞത്, ഞാൻ വൈഫാണ് ഉടമ്പടി എടുത്തത്, ഞാൻ അവളുടെ കൂടെ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. എൻ്റെ വിഷയമാണ് അതിൻ്റെ അകത്ത് പറയണത്. വൈഫിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും വൈഫിനെ കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വർക്കെന്ന് പറയുന്നത്, ഞാനൊരു നല്ല ഷെഫാണ്. അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ഷെഫാണത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നല്ലവണ്ണം ഭക്ഷണം പാകം ചെയ്യാൻ നല്ലവണ്ണം അറിയാം. ഏത് പട്ടിക്കാട്ടി കൊണ്ടുപോയി ഒരു ഹോട്ടലിട്ടാലും പട്ടാളം പോലെ ആൾ കയറും. കാര്യം ഭക്ഷണം രുചികരമായിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ട് അയാൾക്ക് നല്ല കോൺഫിഡൻസാണ്. അദ്ദേഹത്തിൽ നല്ല കോൺഫിഡൻസ്. നമ്മുടെ ഒരു വിഷയം, ഈ ഓവർ കോൺഫിഡൻസുകാർ അവർ ഡേഞ്ചർ സോണിലാണ്. എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് ഓവർ കോൺഫിഡൻസുകാരില്ലേ, അമിതമായ ആത്മവിശ്വാസമുള്ളവർ ഡേഞ്ചർ സോണിലാണ്. അവർ രണ്ട് തരത്തിലുള്ള ഡേഞ്ചർ സോണിലാണ്. ഒന്ന്, ഓവർ കോൺഫിഡൻസുകാർക്ക് പറ്റണത് അവർ എല്ലാ കാര്യവും അവരുടെ അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കുന്നത്, ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? ഇപ്പം ദാനം ചെയ്യാത്തവരില്ലേ, ദാനം ചെയ്യാത്തവർ, ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ദാനശീലം വരാത്തവരെന്താണ്? എന്തുകൊണ്ടാണ് ദാനം ചെയ്യാത്തവർ? ഉടമ്പടി എടുത്തു, പക്ഷേ എന്നാലും ദാനം ചെയ്യത്തില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കുറച്ച് പ്രൊഫഷണൽ ധർമ്മക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ പോലെ അല്ല, അത് പിന്നെ അവരുടെ പ്രൊഫഷനാണ്. അതല്ല ഇപ്പം ഈ ജെയ്സനൊക്കെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ കർത്താവിൻ്റെ അഭിഷേകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണ്? ആ നാട്ടിലുള്ള, എനിക്കാണത് ഇവിടെയാണെന്ന് തോന്നണം, അതായത് ഇരിങ്ങാലിക്കൂടെ. അപ്പോൾ ആ നാട്ടിലുള്ള വണ്ടി ഇടിച്ച് കിടക്കുന്നവരുടെ എല്ലാം വീട്ടിൽ ചെല്ലും. ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ വണ്ടി ഇടിച്ച് കിടക്കുന്നവർ, സ്കൂട്ടർ ഇടിച്ച് കിടക്കുന്നവരും ബൈക്ക് ഇടിച്ച് കിടക്കുന്നവരും കൈ ഒടിഞ്ഞവരും പ്ലാസ്റ്റർ കിടക്കുന്നവരൊക്കെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് അവരുടെ വിശേഷം ആദ്യമായിട്ടും കാണുകയായിരിക്കും. ജെയ്സൺ എന്ന് പറഞ്ഞ ആൾ ഇവരെ ആദ്യമായിട്ടും കാണുകയാണ്. അപ്പോൾ അവർ തന്നെ ചോദിക്കും, എങ്ങനെയാണ് ചേട്ടനെ എന്നെ അറിയത്തില്ലല്ലോ, ഞാനിങ്ങനെ വണ്ടി അപകടത്തിൽ പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറയും, ഞാൻ ചോദിച്ചു വന്നു, ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയണ, എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് ഇപ്പോൾ ഒരു കൊതി പോലെയാണ്. ഒരു വ്യക്തിയുടെ ഒരു ഉടമ്പടി എങ്ങനെ ഒരു വ്യക്തിയെ മാറ്റണമെന്ന് നോക്കിയേ. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർക്ക് സഹായം നൽകണത് ഒരു തീരാത്ത കൊതി പോലെയാണ്. അതായത് അതിലൊരു ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. പണ്ട് ഉടമ്പടിക്ക് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ? അന്ന് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് മുമ്പ് ഒരു ദാനധർമ്മം ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മൾ ദാനധർമ്മം ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ സഹായിക്കാത്ത ആൾക്കാർ, അവരെ ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നമ്മൾ ഒരു കൊട്ടയിൽ കുറച്ച് ആപ്പിൾ ഇരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു കൊട്ടയുണ്ട്, ഒരു 200 ആൾക്കാരും ഉണ്ട്. അവരെല്ലാം കൂടി ഇടിച്ച് ഇതിനകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകണത് എന്താണ്? ഇടിച്ച് ഞെക്കി അതിൻ്റെ അകത്ത് വേർത്തൊലിച്ച് നാട്ടുകാരുടെ മുട്ടുകൈ കൊണ്ടൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കയറി ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 2 ആപ്പിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ, ഒരുത്തൻ അവിടെ ഇടിക്കാൻ നിവൃത്തിയില്ലാത്തവനും മുട്ടാൻ നിവൃത്തിയില്ലാത്തവനും കൈ നീട്ടുമ്പോൾ പറയും, ഞാൻ ഇടിച്ചാൽ വാങ്ങിച്ചത്, നിങ്ങൾ ഇടിച്ച് വാങ്ങിച്ചോളാൻ പറയും. അതെന്താണ്? നമ്മളതിൻ്റെ അത് സ്പെൻഡ് ചെയ്താൽ കൊണ്ടാണ്. ഇതതിൻ്റെ അത് വരുന്ന ഒരു ടെക്നിക്കെന്ന് പറയണത്. കാര്യം ആൾക്കാർ ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്, അങ്ങനെ ഓശാര നീ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് പുഴുങ്ങി തിന്നണ്ട. ഇതാണ് നിലപാട്. ഉടമ്പടിയിൽ വരുമ്പോൾ ഈ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന ഒരു രഹസ്യ നിലപാടെന്ന് പറയണത്, ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ചാണ് ഇവിടം വരെ എത്തിയത്, നീയും അതുപോലെ. അപ്പോൾ ഒരു നീതിബോധം അതിൻ്റെ അകത്തുണ്ട്, ഒരു നീതിബോധമുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ നീതിയല്ല. അപ്പോൾ നമ്മൾ പറയും, അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവനൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ കൊടുക്കണത് കൊണ്ട് വേറെ ആൾക്കാർ പോയി വെള്ളമടിക്കുകയുള്ളെന്ന് പറയും. അത് നമ്മളെ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പറയണതാണ്. നമ്മൾ ധർമ്മക്കാർക്ക് ചില ആൾക്കാർ പൈസ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയാം, നമ്മൾ കൊണ്ട് വെള്ളം അടിക്കുമെന്നും.
അപ്പോൾ ഈ അയാൾക്ക് CBI അന്വേഷണമാണ് ഇയാൾ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അയാൾ വെള്ളം അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇതൊന്നുമല്ല, പുള്ളിക്കത് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈശോ എന്താ പറയുക വെച്ചാൽ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. നോൻപ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മത്തായി 5:42. മത്തായി 5:42. ചോദിക്കുന്നവന് കൊടുക്കുക, ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പക്ഷെ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ ഈ പറയണത്. ചോദിക്കുന്നതിനൊക്കെ കൊടുക്കാൻ പറ്റുമോ? വായ്പ വാങ്ങാൻ വരെ പറയുന്നവർക്ക് ഇന്ന് ഒഴിഞ്ഞു മാറിയാൽ നമ്മൾക്ക് പിന്നെ അവസാനം നമ്മൾ തെണ്ടി അടക്കേണ്ടി വരികയില്ലേ? ഇതൊക്കെ ശരിയാണ്. മാനുഷ്യമായി പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്. സുവിശേഷം മാനുഷ്യമായ നിലപാടിന് എതിരാണ്. എന്താ കാര്യം? സുവിശേഷ നീതി എന്ന് പറയുന്നത് മാനുഷിക നീതി, ലോകരാജ്യത്തിൻ്റെ നീതിയല്ല. ഇതൊരു ഭരണഘടനയിൽ ഇങ്ങനെ നമുക്ക് പറയുന്നത് കുഴപ്പമില്ല, കോടതിയിലൊക്കെ ഇത് വിലപ്പോവും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. കർത്താവ് സംസാരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ലെവലിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം ചിലർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവരാജ്യ നീതി അതാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? നീതിയും സമാധാനം. അത് ദൈവരാജ്യത്ത് ദൈവപ്പോൾ ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 14:17. റോമ 14:17. ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ഈ നീതിക്ക് സന്തോഷം നമ്മുടെ ജഡിക സന്തോഷമല്ല, മറിച്ച് എന്താണ്? ഇപ്പം ഒരു സംഭവം, നമുക്കൊരു ഉടുപ്പ്, 2 ഉടുപ്പുള്ളവന് ഒന്ന് കൊടുത്തില്ലാത്തതിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. 2 സന്തോഷം ഉണ്ടാകും. ഒന്ന് നമ്മുടെ അലമാരി സാധനം പോയി കിട്ടിയില്ല എന്ന സന്തോഷമുണ്ട്. കുറേ സാധനം ഇരിക്കുമ്പോഴേ നമ്മൾ അലമാരി തുറക്കുമ്പോഴേ ഉടുപ്പിനൊക്കെല്ലാം നമ്മളുടെ ബഹുമാനമാണല്ലോ, നമ്മുടെ കാൽച്ചോട്ടി വന്ന് വീഴുമല്ല അത്. അപ്പോൾ വീട്ടുകാർ വിഷം ഉണ്ടാക്കി ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ നമ്മൾ പറയും ഇത് കണ്ടുമുട്ടേണ്ട ആൾക്കാരെ. ഇപ്പം എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സാണെന്ന് നമ്മൾ പറയും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അലമാരി തിങ്ങുമ്പോൾ പറയും ഒരലമാരി മേടിക്കാം. അലമാരി മേടിക്കുമ്പോൾ കാശ് 30,000-40,000 രൂപയാവും. അതിനേക്കാൾ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കിയാൽ മതിയല്ല. ആ ഒരു സന്തോഷം ഉണ്ടാകും കൊടുക്കുമ്പോൾ. അലമാരി കാര്യമാകുവാനുള്ള സന്തോഷം അത് ജഡിക സന്തോഷമാണ്, ദൈവരാജ്യത്തിൻ്റെ അല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം ജഡിക സന്തോഷം എന്ന് പറയും. അതെന്താണ്? ലോക അരൂപിയാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയല്ല, അതിന് പുതിയ സാധനം വാങ്ങിക്കാമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിൽ ആ ദാനത്തിലുണ്ടാകുന്ന സന്തോഷമാണ്. പക്ഷെ അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമല്ല. നിങ്ങളീ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കുന്ന പല വിഷയങ്ങളും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ സംഭവം ജഡിക സന്തോഷമാണ്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ നീതി, അതായത് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. അത് ദൈവത്തിൻ്റെ നീതി മെരിട്ട് നോക്കാതെ ചെയ്യണ നീതിയാണ്. സ്നേഹത്തിൽ നിന്ന് വരുന്ന നീതിയാണത്. ഇപ്പോൾ ഈശോ ക്രൂശിക്കപ്പെട്ടു, ആ നീതി എന്താണ്? അപ്പം നമ്മളെ നീതീകരിച്ചതിൻ്റെ ഒരു നീതിയാണ്. എന്തെന്ത്? അപ്പം നമ്മളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ദൈവം നമ്മളെ എല്ലാ ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും വേണ്ടി ദൈവം പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സ്പെൻഡിച്ചർ? ഈശോ ചെലവ് ചെയ്തത്, തൻ്റെ ജീവിതം ചെലവ് ചെയ്തപ്പോഴുണ്ടാകുന്നൊരു നീതി എന്താണ്? നമ്മളുടെ മെരിറ്റ് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മെരിറ്റ് നോക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുമ്പോൾ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഇല്ല. ഈ കാശ് രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് അതിൻ്റെ ഉടമ്പടിയുടെ ആധാരമാണത്. പ്രമാണം പോയാൽ തീർച്ചയായിട്ടും ഉടമ്പടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു മിസ്സിങ് ദ കവനൻറ്റ്. പിന്നെ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും കൃപാസനം അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി പോയെന്ന് പറയും. കാര്യം ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉടമ്പടി കാശ് രൂപമാണ്.
അപ്പം എൻ്റെ മനസ്സിൽ ഈ പരിശുദ്ധ അമ്മ ആദ്യമേ തന്നത് ഈ ഉടമ്പടി കാശുരം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നൊരു വിഷയമെന്ന് പറയണത് ആ ഉടമ്പടി തന്നെ. കാര്യം ഉടമ്പടി കാശുരൂപം സൂക്ഷിക്കാൻ പറ്റാത്ത ആളിന് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. അതെപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടി കാശുരൂപം നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ അതിൻ്റെ അർത്ഥം, എനിക്ക് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഉടമ്പടിയിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിലാണെങ്കിൽ ഒരിക്കലും മിസ്സാകത്തില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഒരിക്കലും ഉടമ്പടി, പണ്ട് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊതുവെ എടുക്കുക, അല്ലെങ്കിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറയും, വണ്ടി വിട്ട് പോയിക്കൊള്ളാൻ പറയും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഉടമ്പടി കാശ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണം, അല്ലെങ്കിൽ ഉടമ്പടി എന്നേക്കാൾ ബ്രേക്ക് ചെയ്തിട്ട് ആലപ്പുഴ വിട്ടു പോകാൻ പറയും. പിന്നെ ഈ ജന്മത്ത് ആലപ്പുഴ വരുമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസാണ്. കാര്യം ഉടമ്പടി ജീവൻ പണയം വെച്ച് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടി കാശ് ഒരിക്കലും മിസ്സാകത്തില്ല. മിസ്സായാൽ മാതാവ് കാണിച്ചു തരും. അതാണ് രസം. ഭർത്താവ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാണാനില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ ആ കേസ് പിടിക്കും. എന്താ കാര്യത്തിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അമ്മയ്ക്കറിയാമല്ലോ, അമ്മയല്ലേ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ക്യാമറ. അപ്പോൾ ഈ ആളെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയും, ഫസ്റ്റ് ടൈം നിങ്ങൾ മെസ്സേജ് നിങ്ങളെ ഉടമ്പടി പോകും പറയും. ഇന്നലെ സെക്കൻഡ് ടൈമിൽ വരുമ്പോൾ നമുക്ക് മെസ്സേജ് എടുക്കാം, ആളെവിടെ ഉണ്ടെന്ന് പറയാം എന്നൊക്കെ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും ചില ആൾക്കാർ നന്നാകത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ആനക്കാര്യമല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ നമുക്കൊരു, നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഈ ദൈവത്തിനുള്ളവർ ഞങ്ങളെപ്പോഴും ശ്രമിക്കണം എന്താണെന്നറിയാമോ? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 2 തരം മനുഷ്യരുണ്ട്. ക്രിസ്തുവിനുള്ളവരുമുണ്ട്, ക്രിസ്തുവിനില്ലാത്തവരുമുണ്ട്. ഈ ഉള്ളവരോടാണ് പെട്ടെന്ന് ഈ ഉടമ്പടിയുടെ ഗുണം. അറ്റാക്ക് ദ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 9:41. മർക്കോസ് 9:41. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങളെപ്പോഴും എനിക്കതിൻ്റെ ഗുഡൻസ് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടമ്പടി ഭയങ്കര കാർക്കശ്യം കാണിക്കും. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരിക്കും ചില സമയത്ത്. കുമ്പസാരമില്ല, കുർബാനയില്ല, എന്നിട്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ ദുർവിനിയോഗിക്കാൻ വരും. അതൊക്കെ ഭയങ്കര പടയിരിക്കും. പട കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഞാൻ പിന്നെ അടുത്ത കാര്യം ഈ അടുത്ത ആളിനെ അത് ബാധിക്കരുതല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വരുന്ന പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. കാര്യം ഈ സാധനത്തോട് നമുക്കൊന്നും നടക്കത്തില്ല. കാര്യം അവർ ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെയാണ്. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം മതി. അപ്പം അങ്ങനെ ഒരു വർഗമുണ്ട്. ദൈവത്തെ അവർക്ക് വേണ്ട, പിന്നെ എന്ത് വേണം? ദൈവത്തിൻ്റെ ആനുകൂല്യം വേണം. അതാണ് വിഷയം. അവനെ ഒരിക്കൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചവരൊന്നും ഞാൻ മോണിറ്റർ ചെയ്യത്തില്ല. അതല്ലേ കർത്താവ് നിൻ്റെ ഡിസ്പോസിഷൻ കറക്റ്റാണെങ്കിൽ, നീ ആത്മാർത്ഥമാണ് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അപ്പക്കത്ത് ഉടമ്പടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ സത്യസന്ധയാണ്, ദൈവത്തെ മനസ്സിലാകും. ഉടമ്പടി വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തയുടെ പദ്ധതിയാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എല്ലാവരും എഴുന്നേൽക്കുക. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിലുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന കുറേ സാക്ഷ്യങ്ങൾ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്.
അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ഇരിക്കുന്ന ദൈവാഭിഷേകത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം, മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാം കാണുന്ന ദൈവം എല്ലാത്തിനും തട്ടിപ്പ് ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ്. എൻ്റെ മക്കൾ, ഇത് വളരെ ലളിതമാണ്. എന്താ കാര്യത്തിൽ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാനൊരു അംബികസിലേക്ക് പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ അന്തരീക്ഷത്തിൽ ഇടിക്കുകയല്ല, ഞാൻ മൂക്കിന് നോക്കി ഇടിക്കണ. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. ഇപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കേണ്ടത് അമ്മയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം അത് ചെയ്തു തരും. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണം ദൈവികമായ പദ്ധതിയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. അച്ഛൻ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ കൈകളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പാടില്ലാത്ത സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തുതിപ്പും അറിയാൻ പാടില്ലാത്തവർ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവേ, നിന്റെ തിരുമുറിവാളുന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അഭിഷേക കരങ്ങള് അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഞങ്ങൾക്ക് ഇടിച്ചിറങ്ങട്ടെ. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ വിശുദ്ധമായ രക്തം, കർത്താവിന്റെ ശക്തി, സ്വർഗീയ ശക്തി, ദൈവിക ശക്തി, സുവിശേഷത്തിന്റെ ശക്തി ഈ നിമിഷം ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ആത്മഹത്യാ ബോധങ്ങള്, അതുപോലുള്ള എല്ലാവിധ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരരോഗങ്ങൾ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇനിയുള്ളത്. കരൾ രോഗങ്ങൾ, ആ സമയത്ത് കരളിൻ്റെ അവിടെ കൈവെക്കണം. ഹൃദയ രോഗങ്ങൾ, ബ്ലോക്കുള്ളവർ, ചിലപ്പോൾ നിങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ അപ്പനായിരിക്കും. അപ്പം നിങ്ങൾ അപ്പൻ്റെ പേരിൽ നിങ്ങളുടെ നെഞ്ചത്തെ കൈവെക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് അലയേണ്ട കാര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് ജെയ്സൺ അവസാനം പറയുന്നൊരു സമയമുണ്ട്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്. ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ്. നിങ്ങൾ ആ വിശ്വാസികളുടെ അനുഭവം പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കുക, അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിൽക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും, നടുവിന് വേദനയുള്ളവരുണ്ടാകും,
ഞാൻ ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വിക്സിനും അതുപോലെ തന്നെ ഇടുപ്പലിനും വേദനയോടെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരിവിടെ വരുന്നവർക്കല്ലേ ആ സൗഖ്യം വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒത്തിരി പേര് അതുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൈ ആ നടുവിന് വെക്കണം. ഉദരരോഗമുള്ളവരുണ്ടാകും, ഗർഭാശയഭിത്തി ചുരുങ്ങിയവരുണ്ടാകും. അവർ ഊടിൻ്റെ താഴെ പൊക്കിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ 2 ട്യൂബുകൾ ഉണ്ടാകത്തില്ല. ഫിലിപ്പിൻ ട്യൂബ് 2 ഇല്ലെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ശരി, ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിമിതികളിലാണ്, അപരിമിതമായ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങൾ നിന്നതല്ല, നിങ്ങൾ നിർത്തിയതാണെന്നുള്ള ബോധത്തിൽ നിങ്ങൾ കൊണ്ടാണ്. മുട്ടി കൊഴിയുന്നവർ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൂക്കിന് ദശ വളരുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തൊണ്ടയ്ക്ക് തൈറോയ്ഡുള്ളവരും തൈസോയിഡുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം വല്ലാണ്ടിരുന്ന് ചൂടാകുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, പ്രഷർ കൂടുന്നവരുണ്ട്, ഷുഗർ കുറയാത്തവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അസ്ഥിവേദനക്കാർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം പൊട്ടി ഒലിക്കുന്നവർ, വെള്ളപ്പാണ്ടുള്ളവരും അലർജി ഉള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയം. ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ ഉന്നതമായ നാമത്തെ ഉന്നതമായ നാമത്തെ സ്വന്തം കർത്താവേ. ആമാശയ രോഗികള്, ക്ഷയരോഗികള് കർത്താവ്, മാരക രോഗികൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അസ്ഥി രോഗികളെ കർത്താവ്, പേശി രോഗികളെ, ശിഷ്ടമുള്ളവരെ കർത്താവ്, കർത്താവ് മുഴകളുള്ളവരെ കർത്താവ്, കർത്താവ് സ്പർശിക്കണമേ. അടിപ്പിടുന്ന പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി കൃപാസനം ആൾത്താരെ ജീവിത കർത്താവിന് കൃപാസനത്തിന് ആൾത്താരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷഗണത്തെ സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പരീക്ഷ പൊട്ടിപ്പോയവര്, പുതിയ പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, അതുപോലെ തന്നെ സ്ഥലങ്ങളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവർ, വിസയിന് പുതുക്കി കിട്ടാത്തവര്, വിദേശ രാജ്യങ്ങളിലേക്ക് വിസയെ പുതുക്കി കിട്ടാതിരിക്കുന്നവര്, അതിൻ്റെ പേരിൽ കടങ്ങൾ വന്നിരിക്കുന്നവര്, വിവാഹത്തിൽ ഒത്തുചേരാത്തവര്, വിവാഹത്തിന് ഒരുങ്ങുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹം പിരിഞ്ഞിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവരുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇയാൾത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പോയിക്കൊണ്ട് നിങ്ങളുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ആരാധന പിതാവേ, നന്ദി. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും മുന്നേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി അമ്മയുടെ മാധ്യസ്ഥതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കൂടെ
മരിയൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നതെന്ന് തിരുവചനത്തിലൂടെ നീ വ്യക്തമാക്കി തന്നുവല്ലോ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണ് എന്ന തിരുവചനത്തിലൂടെ ശോയെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും